ഹലോ ഗൈസ്, ഞാൻ ഒരു 80-നും 90-നും ഇടയ്ക്ക് ജനിച്ച ഒരാളാണ്. അപ്പോൾ ആ കാലയളവിൽ സ്കൂളിലൊക്കെ പോകുമ്പോൾ കൊണ്ടുവന്ന ഒരു കറിയാണ് ഈ ചക്കക്കുരും ചുമന്ന ചീരയും കൂടിയുള്ള തോരൻ. ഇപ്പം തന്നെ എൻ്റെ നാവിൽ വെള്ളം ഊറുന്നു. അപ്പം എനിക്ക് ചീരയില്ലാത്തതുകൊണ്ട് ഞാൻ അതിന് പകരം കണ്ടുപിടിച്ചേക്കുന്ന ഒരു ഇതാണ് നമ്മുടെ ബീട്രൂട്ടിൻ്റെ ഇല. ബീട്രൂട്ടിൻ്റെ ഇല ഇവിടെ കിട്ടും. അപ്പോൾ അത് ഞാൻ ചീരയായിട്ട് സങ്കല്പിച്ച് ചക്കക്കുരും ചീരയും ഒരു തോരൻ വെച്ച് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നോക്കിയേ, നമ്മുടെ ബീട്രൂട്ടിൻ്റെ ഇലേനെ ചീരയായിട്ട് സങ്കല്പിച്ച് നമ്മൾ കുനുകുന അരിഞ്ഞു വെക്കുക. അതിനുശേഷം ചക്കക്കുരു അപ്പുറത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കി. അപ്പം ഒരു കടായി എടുത്തിട്ട് അതിലോട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കുക. പിന്നെ ഈ കടായി ഇത് ഇരുമ്പിൻ്റെ കടായി ആയതുകൊണ്ട് ഇങ്ങനത്തെ കളർ കേട്ടോ. എന്നിട്ട് അതിന് ശേഷം ഇതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന കുനൂന അരിഞ്ഞു വെച്ചേക്കുന്ന നമ്മുടെ സബോള ഇല്ലെങ്കിൽ ഉള്ളിയാണ് നല്ലത്, പക്ഷേ സബോളയുള്ള എൻ്റെ കയ്യിലുള്ളൂ. അതും കൂടി ചേർത്ത് നന്നായിട്ട് നമ്മൾ വഴറ്റിയെടുക്കാം. വഴറ്റിയെടുത്ത ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന നമ്മുടെ ചീരേനെ ഇതിലോട്ടിട്ടിട്ട് നന്നായിട്ട് ഉപ്പും കൂടി ചേർത്ത് നമ്മൾ മിക്സ് ചെയ്യുക. പിന്നെ തുറന്ന് വെച്ച് തന്നെ വേവിക്കുക, കാരണം ഇതിൽ പെട്ടെന്ന് അതായത് ഈ ഏത് ഇലയായാലും ഇലവർഗ്ഗം ആയാലും പെട്ടെന്ന് വേകും. അപ്പം നമ്മൾ അതിനകത്ത് വെള്ളത്തിൻ്റെ അംശവും കൂടി ഉള്ളതുകൊണ്ട് തുറന്ന് വെച്ച് വേവിക്കുകയാണെങ്കിൽ ആ വെള്ളത്തിൻ്റെ അംശവും കൂടി പറ്റും. ഇതാ നോക്കി, അത് പെട്ടെന്ന് വെന്തു. എന്നിട്ട് നമ്മൾക്ക് അതിനകത്തോട്ട് ജീരകത്തിൻ്റെ പൊടി കുറച്ച് ചേർക്കണം. കൂടാണ്ട് മഞ്ഞൾപ്പൊടിയും തേങ്ങയും കൂടി മിക്സ് ചെയ്യുക. പിന്നെ പച്ചത്തേങ്ങ ചിരകിയതാണ് ഏറ്റവും നല്ലത്, പക്ഷേ എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ ഡെസിനേറ്റഡ് കോക്കനട്ടാണ് ചേർത്തേക്കുന്നത്. ഇതാണ് നമ്മുടെ ചക്കക്കുരു വേവിച്ച് വെച്ചേക്കുന്നത്. അതിന് കളറൊന്നും കണ്ട് ആരും ഞെട്ടണ്ട. നമ്മൾ ചക്കക്കുരു നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ സ്റ്റോർ ചെയ്ത് വെച്ച് ഇത്രയും നാൾ ഇന്ന് കഴിയുമ്പോൾ ഈ കളറിലൊക്കെ ആവും. എന്നിട്ട് അത് വേവിച്ച് അതിലോട്ട് ഇടുക. ഇത് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് നന്നായിട്ട് തുറന്ന് വെച്ചിട്ട് വെള്ളത്തിൽ വെച്ചിട്ട് വെള്ളം എല്ലാം പറ്റിച്ചെടുക്കണം. പിന്നെ നമ്മുടെ കറിവേപ്പില ഇട്ട് പോകാനായിട്ട് മറക്കല്ലേ കേട്ടോ. കറിവേപ്പില കറിയിൽ നിന്ന് നമ്മൾ എടുത്ത് കളഞ്ഞാലും അതാണ് നമ്മുടെ കറിയുടെ ഗുണം. അപ്പം അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെള്ളം പറ്റിച്ചെടുക്കുക. വായിൽ വെള്ളം വരാൻ തുടങ്ങി. എന്നിട്ട് നമ്മുടെ ചോറിൻ്റെ കൂട്ടത്തിൽ ഒരു പിടി പിടിക്കണം. ആ നൊസ്റ്റാൾജിക് ഫീലിംഗ് എല്ലാം നമ്മുടെ മനസ്സിലോട്ട് ഇങ്ങനെ വരും. സ്കൂളിൽ പോയിട്ട് ചോറ്റും പാത്രത്തിൽ നിന്ന് ഈ കറിയെടുത്ത് അപ്പുറത്തെ നമ്മുടെ പാത്രത്തിലോട്ട് വെക്കുന്നു. നമ്മുടെ ചോറിന് ചുമന്ന കളറ് വരുന്നു. ഇത് മാത്രം മതി ചോറിനായിട്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ.